ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെയുള്ള ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുന്ന അനിശ്ചിതകാല സമരം 7ാം ദിവസത്തിലേക്ക് കടന്നു. ബുധനാഴ്ച ജില്ലാ കളക്ടർ സമരസമിതി പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ സമരസമിതി അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലാണ് കുടുംബങ്ങളുടെ സമരം. സർക്കാർ വിജ്ഞാപന പ്രകാരം ഏറ്റെടുക്കാത്ത ഭൂമി പോലും ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കുന്നതായി സമര നേതാക്കൾ ആരോപിച്ചു. നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂമി ഒരു ഭാഗത്ത് കിടക്കുന്നു. ആ ഭൂമി അല്ല ഇപ്പോൾ സർവേ നടത്തുന്നത്. ഏറ്റെടുത്ത ഭൂമികൾ പലതൊന്നും നിലവില്ലാത്ത ഭൂമിയിലെ സർവേ നമ്പർ വെച്ചാൽ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഭൂമിയെ കേരളത്തിൽ എവിടെയില്ല. പക്ഷേ ഇന്നൊരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് കൊടുക്കാതെ പോലീസിനെ കൂട്ടി വീട്ടിൽ വന്നിട്ട് നമ്മുടെ പഴയ ജന്മിത്വം വീണ്ടും തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇതിലെ ഭൂമി നഷ്ടപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു നോട്ടീസ് കൊടുക്കുക എന്നത് നിയമത്തിലെ വ്യവസ്ഥ, ഭരണഘടന അധികാരം. അതുപോലും കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്നിട്ട് പോലീസിനെ കൂട്ടി വന്ന് പിടിച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ഫാസിസം എന്ന് പറയുന്നത്. ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇതിനിടയിൽ സമരസമിതി പ്രവർത്തകരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പിന്നീട് പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ നീക്കം ചെയ്തത്. സ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.